പഠിപ്പിക്കണം, നിന്റെ തലേ കയറണില്ലല്ലോ. എനിക്ക് വയ്യ. അമ്മ ഞാൻ കുറച്ച് TV ഉണ്ടോ പ്ലീസ്? വേണ്ട, ഇത്ര മലയാളം വാക്ക് നീ പഠിച്ചിട്ട് പോയാ മതി. ഞാൻ മലയാളം പഠിച്ചു പഠിച്ച് മടുത്ത്. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം നമുക്ക്. ആ ഇംഗ്ലീഷ് ഒന്നും വേണ്ട, നീ മലയാളം എടു. മലയാളം പഠിച്ചാൽ മതി. ആദ്യം മലയാളം പഠിച്ചാൽ മതി. ഇന്ന് അത്ര എഴുതാതെ നീ ഒരിടവും പോകില്ല, ടിവിയും കാണൂല, കളിക്കുകയില്ല. അത്ര എഴുതി പെട്ടെന്ന്. മലയാളം എഴുതിയിട്ടൊന്നും നീ ഇതിൽ പഠിച്ചില്ലേ? ഞാൻ മലയാളം പഠിച്ചു പഠിച്ച് മടുത്ത ഇംഗ്ലീഷ് എടുക്കട്ടാ? അത് അപ്പ തന്നെ അവിടെ നിൽക്കുന്നത്. അപ്പൻ്റെ അടുത്ത് പറഞ്ഞു തരാൻ പറ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു അപ്പ നീ വാ അപ്പ, കുറച്ചൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാ എനിക്ക്. എനിക്ക് 2 കോൾ വിളിക്കാണ്ട്. ഞാൻ കോൾ വിളിക്കണം, നീ പഠി. നീ ഇതെന്തോന്ന് കാണിച്ചത്? എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ, നിനക്ക് അറിഞ്ഞൂടെ? നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ, നമ്മൾ എങ്ങനെ അവൻ്റെ അടുത്ത് പറയും? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കറിയാന്നുള്ള ഇംഗ്ലീഷ് അത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബാ, അറിവ് ആരെയെന്ന് കിട്ടിയാലും പഠിക്കുന്നതിന് ഒരു കണക്കേട് വിചാരിക്കണം. നമുക്ക് പഠിക്കാം. പഠിക്കാം. നമുക്ക് ബുക്കിൽ പഠിക്കണ്ട, നമുക്ക് സെലക്റ്റിൽ പഠിക്കാം. അതാകുമ്പോൾ തെറ്റിയാലും മായ്ക്കാൻ പറ്റും. ഇതാ, എന്നെ കളിക്കാൻ പോലും വിടാതെ എന്നെ കുറെ കഷ്ടപ്പെട്ടിയതല്ലേ, ഞാൻ ശരിയാക്കി തരാം. ഇത് എഴുതിട്ട് ശരിയാവണില്ലല്ലോ. എന്തിനാ എഴുതിക്കുന്നത്? അമ്മയുടെ ഡാൻസ് കളി. ഡാൻസ് കളിക്കണം എനിക്ക് വയ്യ. അപ്പനും കൂടെ എണീച്ച് കളി. ഞാൻ തെറ്റിച്ചൊന്നുമില്ലല്ലോ. എന്നാലും പഠിക്കുന്നത് ഓർമ്മയിലിരിക്കും. രണ്ടുപേരും ഒരുമിച്ച് കളിക്കേ. ഡാൻസ് അങ്ങോട്ട് ശരിയാവില്ല. വേണ്ട, ഡാൻസ് വേണ്ട. നിങ്ങൾ രണ്ടുപേരും യാത്ര വരും. മതി, ഇന്ന് നമ്മ പഠിക്കാം. അങ്ങനെ അഴിക്ക് വരേ.